പഞ്ചാബിലെ മലർക്കോട്ട്ലയിലെ വിശേഷങ്ങളാണ് റോസായ ഹിന്ദിന്റെ ഈ ലക്കം. 5 നദികളുടെ നാടായ പഞ്ചാബിന്റെ കാർഷിക സ്ഥിരാകേന്ദ്രമാണ് ഈ മുസ്ലിം ഭൂരിപക്ഷ മുനിസിപ്പാലിറ്റി. സിഖ് മതത്തിന്റെ ജന്മഭൂമിയായ പഞ്ചാബിന് ഭാഷയും സംസ്കാരവും നിശ്ചയിക്കുന്ന ചില പൊതു സവിശേഷതകളുണ്ട്. നാട്ടുവഴക്കങ്ങളുടെയും സമ്പ്രദായങ്ങളുടെയും ഈ റമദാൻ വിശേഷങ്ങളാണ് ഇക്കുറി മീഡിയ വൺ പങ്കുവെക്കുന്നത്. ഭക്ഷണ രീതിയിലോ വേഷവിധാനങ്ങളിലോ മലർക്കോട്ട്ലയിലെ റമദാൻ മറ്റുള്ളവരിൽ നിന്നും ഏറെയൊന്നും വ്യത്യസ്തമല്ല. റമദാൻ കാലത്ത് പള്ളികളിൽ നോമ്പു തുറക്കുന്നത് പഞ്ചാബിൽ പൊതുവെ കാണാനാവില്ല. വീടുകളിലാണ് ഇഫ്താർ നടക്കുന്നത്. യാത്രക്കാരോ വീട്ടിലെത്താൻ കഴിയാത്തവരോ ആയ ആരെങ്കിലും വരുമെന്ന് കരുതി പള്ളികളിലും ഭക്ഷണം കരുതാറുണ്ട്. പള്ളികൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന ഇഫ്താറുകൾ അധികവും സംഘടനകളുടേതാണ്. മതസംഘടനകളുടെയും ഗ്രാമമുഖ്യന്മാരുടെയും രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെയും ഒക്കെ ഇഫ്താറുകൾ നഗരത്തിലും ഗ്രാമങ്ങളിലും പള്ളികളിൽ നടക്കുന്നുണ്ട്. ഇത്തരം ഇഫ്താറുകളിൽ സ്ത്രീകൾ ഉൾപ്പെടെ പങ്കെടുക്കുന്നു എന്നതാണ് പഞ്ചാബിന്റെ സവിശേഷത. മലർക്കോട്ട്ല നഗരത്തിൽ നിന്നും 20 കിലോമീറ്റർ അകലെയാണ് ഫർവാഹി ഗ്രാമം. സിഖുകാരും മുസ്ലിങ്ങളും ഒരുപോലെ അധിവസിക്കുന്ന ഫർവാഹിയിൽ മീഡിയ വൺ എത്തുമ്പോൾ മഗ്രിബ് ബാങ്ക് വിളിക്കാൻ 15 മിനിറ്റ് സമയമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ആരുമുണ്ടായിരുന്നില്ല ഗ്രാമത്തിലെ പള്ളിയിൽ നോമ്പ് തുറക്കാൻ. പക്ഷേ പള്ളിയിൽ അതിഥികൾ എത്തിയിട്ടുണ്ടെന്നറിഞ്ഞ് 10 മിനിറ്റിനകം പഴവും നാരങ്ങാവെള്ളവും മുതൽ മധുരച്ചോർ വരെ ഓരോ വീടുകളിൽ നിന്നായി എത്തിച്ചേരാൻ തുടങ്ങി. അതിഥികൾക്കൊപ്പം ഇഫ്താറിനും ആളുകൾ പള്ളിയിലേക്കെത്തി. പ്രത്യേക മസാലക്കൂട്ട് ചേർത്ത് തയ്യാറാക്കുന്ന ശിക്കഞ്ചി നമ്മുടെ നാരങ്ങവെള്ളമാണ്. മധുരമാണോ ഉപ്പാണോ ശിക്കഞ്ചിയുടെ രുചിയെന്ന് പറയാൻ കഴിയില്ല. പഴവും പതിവ് വിഭവങ്ങളുമല്ലാതെ പ്രത്യേകിച്ച് റമദാനിലേക്ക് മാത്രമായി പുതിയ ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന ശീലമില്ലെന്നാണ് വീട്ടമ്മയായ ജമീല പറയുന്നത്. കൂടുതലും പഴങ്ങളാണ്, പ്രത്യേക ഭക്ഷണങ്ങളൊന്നുമില്ല. അത്താഴത്തിന് റൊട്ടിയും ലസ്സിയുമാണ് പ്രധാനം. പഞ്ചാബിലെ സമ്പന്ന കുടുംബങ്ങളിലെ ഇഫ്താറുകൾ പോലും കേരളത്തെ അപേക്ഷിച്ച് തികച്ചും ലളിതമാണ്. ഹൈദർ നഗറിലെ പഞ്ചായത്ത് പ്രസിഡന്റ് ഗുലാം മുഹമ്മദിന്റെ വീട്ടിൽ നടക്കുന്ന ഇഫ്താറിൽ ഇവരുടെ പരസ്പര ബന്ധം വിളിച്ചോതുന്ന രീതിയിൽ എല്ലാ വിഭാഗം ജനങ്ങളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടുത്തെ സാംസ്കാരിക പ്രവർത്തകരും അതുപോലെ ഇവിടുത്തെ പത്രപ്രവർത്തകരും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയിലെ അംഗങ്ങളുമൊക്കെ ഈ ഇഫ്താറിൽ പങ്കെടുക്കുന്നു. തുഫൈൽ മലിക്കിന്റെ ജ്യേഷ്ഠനായ ഗുലാം മുഹമ്മദാണ് ഹൈദർ നഗറിലെ പഞ്ചായത്ത് അധ്യക്ഷൻ. അകാലിദൾ നേതാക്കളാണ് ഇരുവരും. യുപിയിലെ ഖൈറാനയിൽ നിന്നുള്ള മുൻ BSP പാർലമെന്റ് അംഗം ബീഗം തബസ്സും ഹസന്റെ പിതാവും കൂടിയാണ് തുഫൈൽ മലിക്. പഞ്ചാബി മുസ്ലിങ്ങൾ തികഞ്ഞ അന്തസ്സോടെയാണ് ജീവിക്കുന്നതെന്നും സാമൂഹികമായോ സാമ്പത്തികമായോ ഒരു പ്രതിസന്ധിയും അവർക്കില്ലെന്നും മലിക് ചൂണ്ടിക്കാട്ടി. पंजाब का मुसलमान आज की तारीख में डेवलप्ड भी हो चुका है. ഇന്നത്തെ ചിത്രമനുസരിച്ച് പഞ്ചാബിലെ മുസ്ലിങ്ങൾ ഏറെ പുരോഗതി നേടിക്കഴിഞ്ഞു. ചില പ്രദേശങ്ങളിൽ പിന്നോക്കക്കാരുണ്ടാകാം, പക്ഷേ അവർ പോലും അന്തസ്സോടെയാണ് ജീവിക്കുന്നത്. समाज में वो रहते हैं. जहाँ तक बिजनेस की बात है, बिजनेस में हम पंजाबी वैसे ही बहुत कम है. ബിസിനസിന്റെ കാര്യത്തിൽ പഞ്ചാബ് പൊതുവെ പിന്നിലാണ്. ചെറിയ ബിസിനസ്സുകളെ ഇവിടെയുള്ളൂ, പക്ഷേ മുസ്ലിങ്ങളെയും ഇന്ന് വ്യാപാരികളായി വിശേഷിപ്പിക്കാനാകും. छोटा बिजनेस तो हम करते हैं, मगर आज की तारीख में मुसलमान आज हम कह सकते हैं कि हम भी व्यापारी हैं. സംസ്ഥാനത്ത് വളരെ കുറഞ്ഞ ശതമാനം മാത്രമുള്ള മുസ്ലിങ്ങൾക്ക് നല്ല പരിഗണനയും പിന്തുണയും സർക്കാർ നൽകുന്നുണ്ട്. यहाँ की सरकार
चाहे वो कांग्रेस की सरकार रहे या കോൺഗ്രസിന്റേതായാലും अकाली की सरकार रहे, അകാലികളുടേതായാലും यहाँ എല്ലാ हमारे സർക്കാരുകളും मुसलमानों മുസ്ലിങ്ങൾക്ക് के പ്രത്യേക जज्बात പരിഗണന के साथ നൽകുന്നുണ്ട്. खास रखती है। रमजान റമദാനിൽ मुबारक में നഗരശുചീകരണത്തിനും सफाई का, വൈദ്യുതി बिजली की വിതരണത്തിനുമൊക്കെ सप्लाई പ്രത്യേക का, പ്രാധാന്യം और നൽകുന്നു. यहाँ तक कि मस्जिदों के इर्द गिर्द जो सब वो सरकार की तरफ से वो किए बढ़िया इंतजाम किया जाता है. പഞ്ചാബിലെ പള്ളികൾക്ക് അറ്റകുറ്റപ്പണികൾക്ക് ഗ്രാന്റ് നൽകുക മാത്രമല്ല, വഖഫ് ബോർഡിലൂടെ എല്ലാ പള്ളികൾക്കും പ്രതിമാസം ഒരു ചെറിയ തുക സഹായധനവും സർക്കാർ നൽകുന്നുണ്ട്. നവാബിന്റെ കാലത്ത് അദ്ദേഹമായിരുന്നു പള്ളികൾക്ക് വേണ്ട ചെലവുകൾ വഹിച്ചത്. ഇപ്പോൾ സർക്കാർ വേണ്ടത് ചെയ്യും. മുഖ്യ ജുമാ മസ്ജിദിലെ ഇമാമിന് ശമ്പളം നൽകുന്നതും സംസ്ഥാന ഗവൺമെന്റാണ്. ജമാ മസ്ജിദിലെ ഇമാം സർക്കാരിന്റെ കീഴിലാണ്. നഗരങ്ങളിൽ ചില പള്ളികൾക്ക് അങ്ങനെ സർക്കാർ സഹായം നൽകുന്നുണ്ട്. മലർക്കോട്ട്ലയിലെ മുസ്ലിങ്ങളുടെ സാമ്പത്തിക ചിത്രം പൊതുവെ മെച്ചപ്പെട്ടതാണ്. ഗ്രാമാന്തരങ്ങളിൽ പോലും എയർ കണ്ടീഷണറുകൾ സ്ഥാപിച്ച പള്ളികളാണ് ഇവിടെയുള്ളത്. അതേസമയം വിഭജനകാലത്ത് രാജ്യം വിട്ടോടിപ്പോയ മുസ്ലിങ്ങളുടെ ഗ്രാമങ്ങളിൽ പള്ളികൾ നശിച്ചു തീരുന്ന അവസ്ഥയും സംസ്ഥാനത്തുണ്ട്. ഒരുപാട് മുസ്ലിം പള്ളികൾ ആ മുസ്ലിങ്ങളുടെ കയ്യിലാണ്. ചിലത് ഗുരുദ്വാരയും ക്ഷേത്രവുമൊക്കെയായി രൂപം മാറി. ലുധിയാനയ്ക്ക് സമീപം ചില പള്ളികളിൽ ആൾതാമസം പോലുമുണ്ട്. ഈ മസ്ജിദുകളിൽ വലിയൊരളവോളം കയ്യേറ്റം ചെയ്യപ്പെട്ട് കഴിഞ്ഞു. ഇവ തിരിച്ചു കിട്ടുന്നതിന് വേണ്ടിയുള്ള കേസുകളും സംസ്ഥാനത്ത് നടക്കുന്നുണ്ട്. മുസ്ലിം സംഘടനകളും വഖഫ് ബോർഡും കേസ് നടത്തി ചില പള്ളികൾ ഒഴിപ്പിച്ചെടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും കയ്യേറ്റം ചെയ്യപ്പെട്ടവ ധാരാളമുണ്ട്. സംസ്ഥാനത്തെ വിവിധ നഗരങ്ങളിലായി 800-ൽ പരം പുതിയ മസ്ജിദുകൾ നിർമ്മിക്കാനും പഴയവ പുതുക്കിപ്പണിയാനും സർക്കാർ സഹായധനം നൽകി. पिछले 2 साल में पंजाब वक्फ बोर्ड की तरफ से കഴിഞ്ഞ 2 വർഷത്തിനിടെ പഞ്ചാബ് വഖഫ് ബോർഡ് വഴി 883 പള്ളികൾക്ക് സഹായധനമായി 99,000 രൂപ വരെ നിർമ്മാണ ആവശ്യങ്ങൾക്ക് വേണ്ടി അനുവദിച്ചു. 99,000 95,000 के रुपया नई मस्जिदों को दिया गया, नई तमीर के लिए, पर मस्जिद के लिए. കയ്യേറിയ മസ്ജിദുകളെ പോലെ സംരക്ഷിക്കപ്പെടുന്നവയും ധാരാളമുണ്ട്. 1947-ൽ മുസ്ലിങ്ങൾ ഉപേക്ഷിച്ച പള്ളികൾ ഇന്നും സിഖുകാർ പരിപാലിക്കുന്ന ഗ്രാമങ്ങളുമുണ്ട്. മോഗ ജില്ലയിലെ കോട്ട് ഈസാഖാൻ ഗ്രാമത്തിലേക്കും അവിടുത്തെ പള്ളിയിലേക്കും മുസ്ലിങ്ങൾ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഗ്രാമീണർ. പള്ളി ഏറ്റെടുക്കണമെന്നാണ് ഗ്രാമീണർ ആവശ്യപ്പെട്ടത്. അതിന്റെ പഴയ മരസാമഗ്രികൾ ഇപ്പോഴും ഗ്രാമത്തിലുള്ളവർ സൂക്ഷിച്ചിട്ടുണ്ട്. അത് വിറ്റുകിട്ടുന്ന തുക കൊണ്ട് ചുറ്റുമതിൽ പണിയാനും പ്രദേശത്ത് ആരെങ്കിലുമൊക്കെ താമസിക്കാനും അവർ ആവശ്യപ്പെട്ടു. ഇത് നിങ്ങളുടെ ആരാധനാലയമാണ്, അതിനെ വീണ്ടും പഴയ മട്ടിലാക്കണമെന്നായിരുന്നു അവരുടെ ആവശ്യം. സ്വാതന്ത്ര്യാനന്തരം പഞ്ചാബിൽ മുസ്ലിങ്ങൾ ബാക്കിയായ ഏക നാട്ടുരാജ്യമായിരുന്നു മലർക്കോട്ട്ല. 1947-ലെ വ്യാപകമായ വർഗീയ ലഹളയെ തുടർന്ന് പഞ്ചാബിലെ നഗരങ്ങളിൽ നിന്നും മുസ്ലിങ്ങൾ കൂട്ടത്തോടെ പാകിസ്ഥാനിലേക്ക് പലായനം ചെയ്തു. ജലന്ധറും ലുധിയാനയും പഗ്വാരയും പട്ടാൻകോട്ടും കപ്പൂർത്തലയും പഴയ സമ്മിശ്ര സംസ്കാരത്തിന്റെ ഓർമ്മകൾ ബാക്കി വെച്ച് വിഭജനത്തിന്റെ മുറിവുകൾ ഏറ്റുവാങ്ങിയ നഗരങ്ങളായി മാറി. 25-30 വർഷം മുമ്പ് വരെ പഞ്ചാബിൽ മലർക്കോട്ട്ല മാത്രമായിരുന്നു മുസ്ലിങ്ങളെ കാണാനാവുമായിരുന്ന നഗരം. ഇന്ന് ഈ അവസ്ഥക്ക് മാറ്റം വന്നു. हम पंजाब में 47 के बाद एक ही शहर हुआ करता था. 1947 ശേഷം പഞ്ചാബിൽ മുസ്ലിം നഗരമെന്ന് വിളിക്കാവുന്നതായി ഈ മലർക്കോട്ട്ല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്നത്തെ പഞ്ചാബിൽ മുസ്ലിങ്ങളില്ലാത്ത ഒരു നഗരവുമില്ല. മലർക്കോട്ട്ലയിൽ ഉള്ളതിനേക്കാളേറെ മുസ്ലിങ്ങൾ ജലന്ധറിലും ലുധിയാനയിലും ഇപ്പോൾ ഉള്ളതായാണ് കണക്കുകൾ പറയുന്നത്. പഞ്ചാബിലെ വ്യാവസായിക നഗരങ്ങളിലേക്ക് തൊഴിലന്വേഷിച്ച് യുപിയിൽ നിന്നും ബീഹാറിൽ നിന്നും കുടിയേറിയ ദരിദ്ര മുസ്ലിങ്ങളാണ് ഇതെങ്കിൽ സാംസ്കാരികമായും സാമ്പത്തികമായും രാഷ്ട്രീയമായും തികച്ചും വ്യത്യസ്തമായ മറ്റൊരു ചിത്രമാണ് മലർക്കോട്ട്ലയിൽ കാണാനാവുക. ഇന്ത്യയിലെ ഇസ്ലാമിക നവോത്ഥാന സംരംഭങ്ങളുടെ ഒരു കാലത്തെ കേന്ദ്രമായിരുന്നു പത്താൻകോട്ട്. മലർക്കോട്ട്ലയിൽ നിന്ന് വളരെ കുറഞ്ഞ ദൂരം മാത്രമേ പത്താൻകോട്ടിലേക്കുള്ളൂ. ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് വിഭജിച്ചു പോകുന്നതിന് മുമ്പേ മൗലാന മൗദൂദി നടത്തിയ വളരെ പ്രസിദ്ധമായ പ്രസംഗത്തിന്റെ ഇന്ന് ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന 4 കേൾവിക്കാരിൽ ഒരാളാണ് ജാഫർ അലി സാബ്. ജമിയത്തുൽ ഉലമായ ഹിന്ദ്, ജമിയത്ത് അഹ്ലെ ഹദീസ് എന്നീ സംഘടനകളുടെ ആദ്യകാല നേതാക്കളിൽ പലരുടെയും കർമ്മഭൂമി കൂടിയായിരുന്നു പഞ്ചാബ്. मौलाना अबुल वफा सनाउल्लाह अमृतसरी जो थे वो इस्लाम के बहुत बड़े दाई थे. उन्होंने
इस्लाम में हर उसमें वो किया और कादियान को बारे में उन्होंने बहुत ही ज़्यादा मिर्ज़ा गुलाम अहमद कादियानी जो था उसके हर उसकी बात का उन्होंने रद्द किया. കാർഷിക മേഖലയിലും വ്യാവസായിക മേഖലയിലും ഒരുപോലെ ഈ നഗരത്തിന് സംസ്ഥാനത്ത് പേരും പെരുമയുമുണ്ട്. ഉത്തരേന്ത്യയിലേക്ക് പച്ചക്കറി കയറ്റുമതി ചെയ്യുന്ന പ്രധാന പോക്കറ്റുകളിൽ ഒന്നാണിത്. വർഷത്തിൽ 20-30 ദിവസങ്ങൾ ഒഴികെ എല്ലായ്പ്പോഴും ഏതെങ്കിലും ഒരു പച്ചക്കറി ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ജലന്ധറിലെയും ലുധിയാനയിലെയും മുസ്ലിങ്ങളെ അപേക്ഷിച്ച് മലർക്കോട്ട്ലയിലുള്ളവർക്ക് മാത്രമാണ് പഞ്ചാബികൾ എന്ന സാംസ്കാരിക തനിമ അവകാശപ്പെടാനാവുക. റമദാനിൽ മാത്രമല്ല എല്ലാ പൊതു മുസ്ലിം ആഘോഷവേളകളിലും ഇവർക്ക് സർക്കാരിന്റെ അംഗീകാരമുണ്ട്. പെരുന്നാളുകളിൽ സംസ്ഥാന മുഖ്യമന്ത്രിമാർ മലർക്കോട്ട്ലയിലെ ഈദ്ഗാഹിലെത്തുന്ന രാഷ്ട്രീയ കീഴ്വഴക്കം തന്നെ ഇവിടെയുണ്ട്. പഞ്ചാബി മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള ഏക സബ് ഡിവിഷൻ മലർക്കോട്ട്ലയാണ്. മലർക്കോട്ട്ല ഈദ്ഗാഹിന് മുഴുവൻ പഞ്ചാബിലും പ്രാധാന്യമുണ്ട്. ഇന്ത്യയിൽ തന്നെ ഇത്രയും സുന്ദരമായ മറ്റൊരു ഈദ്ഗാഹ് കാണാനാകില്ല. പഞ്ചാബിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള VIP-കൾ ഈദ് മുബാറക്ക് ആശംസിക്കാൻ ഇവിടെയാണ് എത്താറുള്ളത്. സംസ്ഥാനത്തെ പുതിയ ഹജ്ജ് ഹൗസും കമ്മ്യൂണിറ്റി സെന്ററും പണിയാൻ അകാലി സർക്കാർ തെരഞ്ഞെടുത്തത് മലർക്കോട്ട്ലയാണ്. സംസ്ഥാന ബജറ്റിൽ ഇഫ്താർ നടത്താൻ തുക വിലയിരുത്തിയ ചരിത്രവും പഞ്ചാബ് സർക്കാരിനുണ്ട്. 20,000 പേരാണ് മലർക്കോട്ട്ല ഈദ്ഗാഹിൽ നടന്ന ഈ ചടങ്ങിൽ പങ്കെടുത്തത്. മികച്ച സൗഹൃദത്തോടെയാണ് ഇന്നത്തെ പഞ്ചാബിൽ മുസ്ലിങ്ങളും സിഖുകാരും മുന്നോട്ടു പോകുന്നത്. സംസ്ഥാനത്തിന്റെ സാമൂഹിക സാമ്പത്തിക ഘടനയിൽ ഈ ബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യവുമുണ്ട്. അത് മനസ്സിലാക്കിയാണ് പഞ്ചാബ് സർക്കാർ ഓരോ ചുവടും മുന്നോട്ട് വെക്കുന്നത്. മറുഭാഗത്ത് സാമുദായിക സാഹചര്യം വഷളാക്കാൻ രാഷ്ട്രീയ സംഘടനകൾ ശ്രമിക്കുന്ന ഒറ്റപ്പെട്ട കാഴ്ചകളുമുണ്ട്. JNK में अभी बालटाल में हुआ, वहाँ कुछ टेंशन क्रिएट हुई ये अमरनाथ यात्रा वालों की. അമർനാഥ് യാത്രക്കാർക്ക് നേരെ സംഘർഷമുണ്ടായതിനെ തുടർന്ന് ഫഗ്വാരയിൽ ചിലർ പള്ളിക്ക് നേരെ കല്ലെറിഞ്ഞു. 2-4 കല്ലെറിഞ്ഞു എന്നതൊഴിച്ചാൽ മറ്റൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. और मेरा ख्याल है जितनी ये മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത്തരം സംഭവങ്ങൾ നിത്യേന നടക്കാറുണ്ടെങ്കിലും ഇവിടെ അങ്ങനെയൊന്നുമില്ല. हर स्टेट में हर रोज होते हैं, मगर हमारे यहाँ नहीं.